തെക്ക് പടിഞ്ഞാറ് ഭാഗം, അതായത് കന്നിമൂല, സൗത്ത് വെസ്റ്റ് കോർണർ. ഫുങ്ഷോ പ്രകാരം എല്ലാ വർഷവും ആനുവൽ സ്റ്റാർ, ഓരോ ദിക്കിലും ഓരോ പുതിയ നക്ഷത്രങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ നമുക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു നക്ഷത്രം നിൽക്കുന്നു. ഈ നക്ഷത്രം നമുക്ക് തൊഴിൽപരമായിട്ട് ഗുണങ്ങൾ ഉണ്ടാക്കി തരുന്ന ഒരു നക്ഷത്രമാണ്. ഇപ്പൊ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് റൂം ഉള്ളവർക്ക്, അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വീട്ടിൽ പ്രധാന വാതിലുള്ളവർക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, കഴിഞ്ഞ ഒരു വർഷം, അതായത് 2023 നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് ഒത്തിരി ഗുണങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു വർഷമാണ് ഈ 2023. അപ്പം ഈ വർഷം നിങ്ങൾക്ക് അവിടെ നിൽക്കുന്ന നക്ഷത്രം തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാക്കി തരുന്ന ഒരു നക്ഷത്രമായിരുന്നു. അപ്പൊ ഈ വർഷം ഇപ്പൊ കഴിയാൻ പോവുകയാണ്. അടുത്ത 2024 ഫെബ്രുവരി 4-ാം തീയതി മുതൽ പുതിയ നക്ഷത്രം അവിടേക്ക് കടന്നു വരികയാണ്. ആ നക്ഷത്രം 9 അപ്പോൾ 9 എന്ന് പറയുന്ന നക്ഷത്രം സമ്പത്തിന്റെ നക്ഷത്രമായി 2024 മുതൽ 2044 വരെയുള്ള 20 വർഷം നിൽക്കുന്നതാണ്. അപ്പോൾ ആ 9 ഈ വർഷം നിങ്ങളുടെ വാതിലിൽ വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിൽ വരുമ്പോൾ, സാമ്പത്തികമായി ഒരുപാട് അഭിവൃദ്ധികൾ ഉണ്ടാവാനും, പൈസ നമുക്ക് നാളത്തേക്ക് സൂക്ഷിച്ചു വെക്കാനും, തൊഴിൽപരമായിട്ട് നേട്ടങ്ങളൊക്കെ ഉണ്ടാവാനും ഒക്കെ നല്ലൊരു നക്ഷത്രമാണ് ഈ വർഷം. ഓരോ വീടിന്റെയും, അതിപ്പോ നമുക്ക് ഇന്ന സ്ഥലമൊന്നല്ല, മലേഷ്യയിലായാലും ശരി തന്നെ, ദുബൈയിലായാലും ശരി തന്നെ, ഭാരതത്തിലായാലും ശരി തന്നെ, ലോകത്തെ എല്ലാ സ്ഥലത്തും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വന്നു നിൽക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് 9. 9 വെൽത്തിന്റെ സ്റ്റാറായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് സാമ്പത്തിക അഭിവൃദ്ധികൾ ഈ 9 നമുക്ക് കൊണ്ടുവന്ന് തരും. അപ്പൊ അത് കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് പോകാൻ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ചില ടൂൾസുകൾ നമുക്ക് അവിടെ വെക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പറും കൂടി എടുത്തിട്ട് എന്ത് ടൂൾസ് ആണ് വെക്കേണ്ടത് എന്നുള്ള ഒരു ഫെങ്ഷി കൺസൾട്ടിനെ കാണിച്ചുകൊണ്ട് നിങ്ങൾ അത് കറക്റ്റ് ചെയ്യൂ. 2024 ഒരുപാട് സമ്പത്തും സൗഭാഗ്യങ്ങളും ഉള്ള ഒരു വർഷമായി നിങ്ങൾക്ക് തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീരുമെന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബെഡ്റൂമും പ്രധാന വാതിലും വരുന്നവരെയാണ് ഇത് കൂടുതലായിട്ട് സ്വാധീനിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഈ 2024 തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.